ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹോയിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോൾ പുതിയ ആൾക്കാരെ നോക്കിക്കുകയാണല്ലേ. അപ്പോൾ ഇതെൻ്റെ കോളേജ് മേറ്റ്സ് ആട്ടോ, അഫ്താബും മഞ്ജുവും. അങ്ങനെ എൻ്റെ മോളുമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് അവർ ഉള്ള ഇംഗ്ലീഷ് എല്ലാം അവർ പുറത്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ പരിപാടി ഞങ്ങൾ സ്റ്റേക്കേഷൻ കം ഒരു ബ്രൈറ്റ് ടോബിക്കും കൂടെ ആയിരുന്നു കേട്ടോ വന്നത്. സോ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ അവൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, റെൻ്റലിന് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് ഞങ്ങൾ ഫുൾ പ്ലാൻ ചെയ്തിട്ടോ വന്ന് പിള്ളേരെന്തായാലും ബീച്ചിൽ ഇരുത്തണമല്ലോ. സോ അവർ സാൻഡോയ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവിടെ നമ്മൾക്ക് കുറച്ച് ഫ്രൂട്ട് കട്ടിങ്സും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് അതിൽ കൈവയ്ക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ രാത്രിയൊക്കെ ആയി വരുന്നു, അതായത് സൺസെറ്റും അതായത് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടിയായിരുന്നു. ഞങ്ങൾ സൈഡിൽ നിന്ന് ഓടുന്നുണ്ടായിരുന്നു, പക്ഷേ സുരു ഒന്നിനും പതറാതെ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ടേൺ വന്നു. ഞങ്ങളുടെ വട്ടം നാരങ്ങ പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ ഓടി ഞങ്ങളുടെ ഉപ്പാട് പുറത്ത് വന്നു. അമ്മാതിരി ഓട്ടമായിരുന്നു. പിന്നെ ബ്രൈറ്റ് ടോബിക്ക് ഞങ്ങളുടെ അധികം ഫോട്ടോസ് ഇല്ലായിരുന്നു, സുരുവിൻ്റെ ആയിരുന്നു കൂടുതലും. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് അങ്ങനെ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ നല്ല പറ്റിയ സ്പോട്ടാട്ടോ. എല്ലാവരും ഫ്രീ ആകുമ്പം 1-2 ദിവസത്തേക്കൊക്കെ ഇവിടെ ഒക്കെ പോയി നിന്നാൽ നല്ല രസമായിരിക്കും. 2 റൂംസാണുള്ളത്. ഇതിൻ്റെ പേരാണ് ഷോർ സ്റ്റോറീസ്. നമ്മുടെ ഓമനപ്പുഴ അവിടെ കേട്ടോ ഇതുള്ളത്. പിന്നെ പിള്ളേരെ കണ്ടുമതി അവർ കുറച്ച് റൊമാൻറ്റിക് പോസസൊക്കെ എടുത്ത് പിന്നെ ബീച്ചിൽ വന്നതാണല്ലോ, തിര എടുക്കാതെ നമ്മളിങ്ങനെ പോകാനാണ്. സോ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ബീച്ചായതുകൊണ്ട് നല്ല കാറ്റായിരുന്നു. രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടിയായ റീൽസ് എടുക്കലിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ സജഷനൊക്കെ ഞങ്ങൾ അവിടെ വന്നിട്ടാട്ടോ ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ സാധനങ്ങൾ ഞങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യും. പക്ഷേ അവിടെ ചെന്ന് എടുക്കുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനമായിരിക്കും. പിന്നെ ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ ചെയ്ത് അങ്ങനെ ഒരു റീൽസ് ഞങ്ങൾ കണ്ടുപിടിച്ചു. ആ റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതാണ് ബീച്ചിൽ ഫോട്ടോൻ്റെ സൈഡിൽ വേറൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു എൻ്റെ മോളുടെ. സോ ഇതാണ് ഞങ്ങളുടെ സ്വന്തം എൽസ. ഇതാണ് ഞാൻ പറഞ്ഞ ആ റീല്. എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട് കാണും, കാരണം വെച്ചാൽ ഞാൻ എല്ലാത്തിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് വളരെ സിമ്പിൾ സ്റ്റെപ്പ് വെച്ചിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഓൺ ദ സ്പോട്ടിൽ പഠിച്ച് ഞങ്ങളുടെ റീൽസ് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കണമായിരുന്നു. സോ അതിൻ്റെ മുമ്പേ ഞങ്ങൾ പോകാനായിട്ട് എല്ലാവരും റെഡി ആകുമായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്നതിൻ്റെ മുമ്പേ അപ്പോൾ അത് ഞാനാണ് പോയത്. പിന്നെ അതുകൊണ്ട് ഓരോരുത്തരായിട്ട് പോയി. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് വർത്തമാനവും കാര്യങ്ങളും. ഇത് ഞങ്ങളുടെ രാത്രിത്തെ കേട്ടോ. രാത്രി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയാൽ ഉറക്കം കുറവാണ്. രാത്രി ഇരുന്ന് കാരണം വെച്ചാൽ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കാണുമല്ലേ, അപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ പറയാൻ കാണും. എന്തൊക്കെയാണ് കാരണം ആ സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ വേണ്ടത്. പക്ഷേ ഞങ്ങൾ ഇച്ചിരി നേരം അങ്ങ് ഉറങ്ങിപ്പോയി. ബാക്കി എല്ലാ സമയം ഞങ്ങൾ ഫുൾ വൈബ് ഫുൾ വർത്തമാനം എല്ലാമായിരുന്നു. അങ്ങനെ ബീച്ചിലെത്തി കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും കുറച്ച് കൂടുതലെടുത്തു. കുറച്ച് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ നേരെ അങ്ങ് ഇറങ്ങി ചെല്ലുന്ന ബീച്ചിൽ കേട്ടോ. സോ പോയും വന്നും ഒക്കെ നിന്ന് അതാക്കി. ഇതാണ് ഞങ്ങളുടെ നിച്ചക്കിളി. സോ ഇതോടെ ഇത്രയേ ഉള്ളൂ.